ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് ഈ കേസിനെ കുറിച്ചല്ല. ഇങ്ങനൊരു സാഹചര്യം നമുക്കെങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ചാണ്. നമ്മളെപ്പോഴും പ്രശ്നമാണ് പരിഹരിക്കാറ്, പക്ഷേ ആ പ്രശ്നത്തിന് കാരണം എന്താണോ അത് പലപ്പോഴും നോക്കാറില്ല. നമുക്കറിയാം സെക്സ് എഡ്യൂക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം. കോളേജുകളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും ഹൈസ്കൂൾ തൊട്ട് കുട്ടികൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഒരു പെൺകുട്ടി ഗർഭം ധരിക്കുന്നത്, എങ്ങനെയാണ് സാഹചര്യങ്ങൾ അതിനെ വഴിയൊരുക്കുന്നത്, അതെല്ലാം കൃത്യമായിട്ട് അവർ മനസ്സിലാക്കി വെക്കണം. ഇനി സ്കൂളിൽ പഠിപ്പിച്ചില്ലെങ്കിൽ പോലും വീട്ടിൽ അമ്മയോ അച്ഛനോ ആരാണെങ്കിലും നിർബന്ധമായിട്ടും ഇത് പറഞ്ഞു കൊടുത്തേ പറ്റൂ. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ കാര്യങ്ങളെല്ലാം അവരറിയേണ്ടതാണ്. ഇത് തെറ്റായ രീതിയിൽ ആരും തന്നെ എടുക്കരുത്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൺകുട്ടികൾക്ക് നിർബന്ധമായിട്ടും പോക്സോ കേസിനെ കുറിച്ച് വ്യക്തമായിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കണം. അതിൻ്റെ ഗുണം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മളെ ഒരു പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നത് അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. ശിക്ഷ കിട്ടും, അതായത് പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ തൊട്ട് കഴിഞ്ഞാൽ അത് തെറ്റാണ്, ഒരു കുറ്റമാണ് എന്നുള്ള ബോധം വരുമ്പോൾ പല കുട്ടികളും അതൊന്ന് പിന്തിരിയും. അങ്ങനെ വരുമ്പോൾ തന്നെ വളരെയധികം പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാനാവും. എൻ്റെ സംശയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളം യൂറോപ്യൻ സ്റ്റാൻഡേർഡാണ്, എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നിയമം നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നില്ല? ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ നിയമം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് പോലും ഒരു ചാപ്റ്റർ പോലും നിയമങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നില്ല. നിയമം പഠിപ്പിക്കണം. അറ്റ്ലീസ്റ്റ് കുട്ടികളെ ബാധിക്കുന്ന നിയമമെങ്കിലും അവർ അറിഞ്ഞിരിക്കണം.